ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീനിങ് പ്ലസ് ഓർഗനൈസിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ എല്ലാ ആഴ്ചയിലും ഹോം റീസെറ്റ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ ചെയ്യാറുള്ളത് ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള മീൽ പ്ലാനിങ്, പിന്നെ ആ ഒരു വീക്ക് ഫുള്ളായിട്ടും പ്ലാൻ ചെയ്യും നമ്മൾ. പിന്നെ ഏതെങ്കിലും ഒരു റൂം നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ആഴ്ചയിൽ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് കിച്ചണാണ്. പക്ഷേ കിച്ചൺ ഒരു ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ എല്ലാ ജോലികളുടെ ഉള്ളിൽ കൂടെ നന്നായി ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ ഇത്തിരി പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഫ്രിഡ്ജ് ക്ലീനിങ് ആദ്യം ചെയ്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ നാളെ കിച്ചൻ്റെ ഡീപ്പ് ക്ലീനിങ്ങും റീസെറ്റ് റുട്ടീനും അതെല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ആഴ്ചയും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയിലത്തെ കാണാത്തവർക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. ഈ ഒരു റുട്ടീൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജോലികൾ ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഇനി നമുക്ക് ഫ്രിഡ്ജ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളത്തിലോട്ട് 1/4 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് സ്പ്രേ ചെയ്ത് തുടയ്ക്കാൻ അത് മതി. പക്ഷെ നിങ്ങൾക്ക് അഴുക്കുകളൊക്കെ കുറച്ചും കൂടി പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാത്രം കഴുകുന്ന ലിക്വിഡും കൂടി അതിൽ ഒഴിച്ച് സ്പ്രേ ചെയ്ത് ഒരു 2 മിനിറ്റ് വെച്ച ശേഷം സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ച് ഫ്രിഡ്ജ് മൊത്തത്തിലൊന്ന് സ്ക്രബ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുഴുവനായിട്ടും ഇത് വൈപ്പ് ചെയ്തെടുക്കാം. നല്ല വൃത്തിയുള്ള ഒരു തുണി എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ റീയൂസബിൾ ടിഷ്യൂ എന്ന് വിട്ട് മേടിക്കാൻ കിട്ടും. അത് നല്ലത് നോക്കി മേടിക്കണം കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് കിട്ടില്ല. ഞാൻ മേടിച്ചിട്ടുള്ള എൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രൊഡക്ട്സും ഞാൻ ഉപയോഗിക്കുന്നത് ഓൺലൈൻ ആണെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അതിപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാം. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് ഞാൻ നല്ല രീതിക്ക് 2-3 തവണയൊക്കെ അങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ സൈഡിലുള്ള റബ്ബറിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ പതുക്കെ സ്ക്രബ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിയത് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും. ഇനി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസ്, അതായത് നമ്മൾ വെച്ചിരുന്ന ട്രേകൾ, അതെല്ലാം എടുത്ത് എല്ലാം വൃത്തിയായിട്ട് കഴുകാണ്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐറ്റംസും ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിലെ ഐറ്റംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിൽ എന്ത് പ്ലാസ്റ്റിക് ഐറ്റംസും സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒരിക്കലും വൃത്തിയാക്കരുത്. വൃത്തിയാക്കി കഴിയുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ ലൈൻസ് വരും. ആദ്യം നമുക്ക് ആ ലൈൻസ് ഇങ്ങനെ ജസ്റ്റ് കാണാൻ പറ്റുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അഴുക്ക് പിടിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ആ അഴുക്ക് പോവില്ല. അപ്പോൾ എനിക്കൊക്കെ പലപ്പോഴും അബദ്ധം പറ്റി. ഞാൻ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായി വൃത്തിയാവട്ടെ എന്ന് വെച്ചാൽ ചില ഏരിയാസൊക്കെ ഇങ്ങനെ ഉരച്ച് വൃത്തിയാക്കി പിന്നീട് അത് കൂടുതൽ വൃത്തികേടാവാണ് ചെയ്തത്. അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് എപ്പോഴും നമ്മൾ ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം കഴുകി വൃത്തിയാക്കുക. ഐസ് ട്രേയിൽ വെക്കുന്ന ഐസ് ഉണ്ടല്ലോ, അത് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് മാറ്റോട്ടെ. അപ്പോൾ യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതെടുത്ത് മാറ്റുക. കാരണം നമ്മൾ അതിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് അതിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി നമ്മൾ വെക്കാനായിട്ടും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ആ ഒരു പാത്രങ്ങളൊക്കെ ഉണങ്ങുന്ന നേരം കൊണ്ട് താഴത്തെ ഭാഗം നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. ഇനി ഫ്രിഡ്ജ് ക്ലീനിങ്ങിന് സെലക്ട് ചെയ്യുന്ന ദിവസം പരമാവധി ഫ്രിഡ്ജിൽ അധികം പാത്രങ്ങൾ ഇല്ലാത്ത ദിവസമാണെങ്കിൽ നന്നായി. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം എനിക്ക് അത്രയധികം ഐറ്റംസ് ഇല്ല, ഇതിലും കൂടുതൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്ലീനിങ് നമുക്ക് ഈസിയാണ്. അധികം ഐറ്റംസ് ഉണ്ടാകുമ്പോൾ ഇത് മുഴുവൻ എടുത്തിട്ട് വെച്ച് ചെയ്യാമെന്ന് വെച്ചാൽ എന്തോ ചില നേരത്തിൽ മടിയാണ്. ഏകദേശം 1 മണിക്കൂറൊക്കെ സമയം എടുക്കുമല്ലോ ഫ്രിഡ്ജ് മൊത്തം ക്ലീൻ ചെയ്യാൻ. അപ്പോൾ പാത്രങ്ങൾ കുറേ ഉണ്ടാകുമ്പോൾ അതിനെക്കാട്ടും കൂടുതൽ സമയം നമുക്ക് എടുക്കും വയ്ക്കാനും എടുക്കാനൊക്കെ. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ചില സമയത്ത് നമ്മൾ സാധാരണ ഞാൻ ആ ട്രേകളൊക്കെ തുടയ്ക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഏറ്റവും താഴത്തെ ബോക്സിൻ്റെ താഴെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പറഞ്ഞ് ചിലപ്പോൾ പോയിട്ട് കിടക്കുന്നുണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ അറിയില്ല, കാരണം ആ ബോക്സ് നമ്മൾ ഫുള്ളായിട്ടും പുറത്തേക്ക് എടുത്താലേ കാണുള്ളൂ. അപ്പോൾ അതിൽ അഴുക്ക് വരുമ്പോൾ ഞാൻ സാധാരണ ചെയ്യുക, കുറച്ച് ഇതുപോലെ ആ ഒരു സോപ്പിൻ്റെ സൊല്യൂഷൻ അതിൽ ഒഴിച്ച് അവിടെ ഇടും. ഫുള്ള് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം അവിടെ പെറ്റി പിടിച്ചിരിക്കുന്നത് അത് ലൂസായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ പെട്ടെന്ന് ഈസിയാണ്. കാരണം ഫ്രിഡ്ജിലിരുന്ന് അതിങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ആ ഒരു ഏരിയ എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ വന്ന് വീഴും. അപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും, നമ്മൾ മാത്രമല്ല ഫ്രിഡ്ജ് തുറക്കുന്ന പലരും ശ്രദ്ധിക്കാതെ ചിലപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ തട്ടി മറിഞ്ഞ് പോയിട്ടുണ്ടാവും. അത് നമ്മൾ അറിയില്ല. പിന്നെ അത് മാത്രമല്ല, കുട്ടികളാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണല്ലേ ഫ്രിഡ്ജ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുക എന്നുള്ളത്. അതിലും അവർക്ക് ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും അവർ ഇടയ്ക്കിടയ്ക്ക് അത് വന്ന് തുറന്ന് നോക്കുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ പണ്ടില്ലേ, എനിക്ക് ഫ്രിഡ്ജ് ഇങ്ങനെ തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയൊരു ലൈറ്റ് ഉണ്ടല്ലോ, പണ്ടൊക്കെ വാം കളർ ലൈറ്റ് ആയിരുന്നു, യെല്ലോ പോലത്തെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ സ്വിച്ച് ഇങ്ങനെ അമർത്തി വെക്കൂട്ടോ, ലൈറ്റ് വരുന്നതും പോകുന്നതും. ഞാൻ ഓർക്കും ഇത് എന്തിനാണ് ഫുഡിന് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തേക്കണം നല്ല ഭംഗിയിൽ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ അത് ഞാനെപ്പോഴും ഇതിങ്ങനെ മക്കളിതൊക്കെ ചെയ്യുന്നതാണോ ഞാൻ ഓർക്കൂട്ടാ. ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ആക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ബോക്സും ട്രേകളും അതെല്ലാം കഴുകി, ഞാൻ സാധാരണ എല്ലാം വെയിലത്ത് കൊണ്ടുവച്ചിട്ടാണ് ഉണക്കാറുള്ളത്. പക്ഷെ ഒട്ടും വെയിലില്ല പുറത്ത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് കഴുകി ഇത്തിരി വെള്ളം പോയാൽ ഒന്ന് തുടച്ചിട്ട് വെക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ആദ്യം നമ്മുടെ വീട്ടിൽ സിംഗിൾ ഡോറുള്ള ഫ്രിഡ്ജായിരുന്നു, അതായത് ഒറ്റ ഡോറുള്ളത്. അപ്പോൾ അതായിരുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഐറ്റംസ് എല്ലാം ഒന്നും വെക്കാൻ അത്രയും സ്പേസ് ഇല്ല. പിന്നെ നമ്മൾ വീട്ടിൽ അംഗങ്ങൾ കൂടുതലുണ്ടാകുമ്പോൾ ഫുഡായാലും ഐറ്റംസൊക്കെ നമ്മൾ അത്യാവശ്യം വെക്കണമല്ലോ ഫ്രിഡ്ജിൽ. അപ്പോൾ ആ ഒരു സ്പേസ് വളരെ കുറവായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡബിൾ ഡോർ മേടിച്ച കാരണം കുഴപ്പമില്ല, നമുക്ക് ഈസിയാണ്. എന്നാലും ചില നേരത്ത് നമുക്ക് തോന്നും ആ ഫ്രീസറിൻ്റെ സ്പേസിൽ അധികം സാധനങ്ങൾ ഞാൻ വെക്കാറില്ല, അതും കൂടി ഫ്രിഡ്ജായിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, ഈ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ ഭാഗം താഴ്ത്തോട്ടും
അതായത് അതിൻ്റെ താഴെയുള്ള ഫ്രിഡ്ജിൻ്റെ ഭാഗം മുകളിലോട്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം ഇത് നമ്മൾ താഴ്ത്തിയിരുന്നാലാണ് ഏറ്റവും താഴെയുള്ള ഐറ്റംസ് എടുത്ത് നമുക്ക് കറക്റ്റ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ മോഡൽ ഫ്രിഡ്ജ് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വാങ്ങുന്ന സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോർമൽ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിനി കഴുകി വെച്ച എല്ലാ ട്രേകളും അതിലേക്കെല്ലാം നിരത്തി സെറ്റാക്കി വെക്കുകയാണ്. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. നല്ലൊരു സ്മെല്ലും നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐസ് ട്രേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ താഴ്ഭാഗം സിലിക്കണാണ്. അപ്പോൾ നമ്മളിതിൽ ഐസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എടുക്കാൻ ഭയങ്കര ഈസിയാണ്. ഓരോ ഐസായിട്ട് നമുക്ക് എടുക്കാം. ആ ഒരു സിലിക്കണിൻ്റെ താഴ്ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഓരോ ഐസായിട്ട് വിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇതിന് ലിഡും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല സൗകര്യമാണ്. അഴുക്കുന്നാവാതെ നീറ്റായിട്ടിരിക്കും. ആ ഒരു ഐസ് ട്രേ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുക്കാം. ഇനി ഞാൻ ഫ്രീസറിൽ ഐറ്റംസ് ഒക്കെ വെക്കുകയാണ്. ഞാൻ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ അധികം പൊടിച്ച് വെക്കുമ്പോൾ എപ്പോഴും ഫ്രീസറിലാട്ടോ വെക്കുക. അതിൻ്റെ മണമൊന്നും പോകാതെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പൂക്കേ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പുറത്തിരിക്കുമ്പോൾ ചില സമയത്ത് അധികം വയ്ക്കുമ്പോൾ അതിങ്ങനെ ഒരു പൂത്ത പോലെയാവും. പിന്നെ ചെറിയ ചെറിയ പാക്കറ്റ് മസാലകൾ ഇതൊക്കെ മേടിക്കുന്നത് ഞാൻ എപ്പോഴും ഒന്നും എടുക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഫ്രീസറിലാണ് വെക്കാറ്. അത് ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രീസറിൻ്റെ പോർഷൻ നമ്മൾ ഒതുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മളിതിൽ വെക്കുമ്പോൾ എല്ലാം നല്ല കണ്ടെയ്നറുകൾ ലിഡൊക്കെ ക്ലോസ് ചെയ്ത് ടൈറ്റായിട്ട് വെക്കുകയല്ല. അപ്പോൾ ഒന്നിലോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഫ്രിഡ്ജിലെ താഴത്തെ പോർഷൻ നമുക്കിനി ഒതുക്കിയെടുക്കാം. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ വെച്ചിരിക്കുന്ന ബോട്ടിൽസിലുള്ള ഐറ്റംസ്, സോസുകളായിരിക്കോട്ടെ അല്ലെങ്കിൽ സ്പൈസസ് ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഡേറ്റുകൾ നോക്കുക കേട്ടോ. ഡേറ്റുകൾ കഴിഞ്ഞതാണെങ്കിൽ അതെല്ലാം കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ചില ഐറ്റംസൊക്കെ ഫ്രിഡ്ജിലുള്ളത് എപ്പോഴും നമ്മൾ എടുക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഡേറ്റ് നോക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജ് ഒതുക്കുന്ന സമയത്ത് എപ്പോഴും ഡേറ്റുകൾ എടുത്ത് എല്ലാത്തിനെയും നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനെല്ലാം ഡേറ്റ്സൊക്കെ നോക്കി അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതെല്ലാം അതിലേക്ക് തന്നെ തിരിച്ച് വെക്കുകയാണ്. ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ട്രേയും ഐറ്റംസ് എല്ലാം തന്നെ സെറ്റ് ചെയ്യാം. ഫ്രിഡ്ജിലെ ട്രേയിൽ നമ്മൾ ഐറ്റംസൊക്കെ വെക്കുമ്പോഴില്ലേ ഓവർലോഡായിട്ട് ഐറ്റംസ് വെക്കരുത് കേട്ടോ. കുറേ ലോഡ് കൂടി കഴിയുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള പീസസ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിന് നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലോഡിൽ വെച്ചിട്ട് എല്ലാം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഈ ട്രേകളൊക്കെ വൃത്തികേടാവാതിരിക്കാൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ലൈനർ വിരിക്കുകയാണെങ്കിൽ അതിൽ അഴുക്കാവുള്ളൂ. അത് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ലൈനർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മക്കളുടെ ബുക്ക് പൊതിയാൻ മേടിച്ച പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ ഇങ്ങനത്തെ, അത് വിരിക്കുകയാണ് കേട്ടോ. ഇത് ഇത്തിരി കനം കുറവാണ്. ശരിക്കുള്ള ഇങ്ങനത്തെ ലൈനർ കുറച്ചുകൂടി കട്ടിൻ്റെ ആയിരിക്കും. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല. നമുക്കിത് ഫിക്സ് ചെയ്തൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത്യാവശ്യം കാര്യം നടക്കും. അപ്പോൾ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് പേപ്പറാണത്. അപ്പോൾ നമുക്കിതിൽ ഐറ്റംസൊക്കെ വെക്കുകയാണെങ്കിൽ അഴുക്കൊക്കെ അതിലേക്ക് ആവുള്ളൂ. അതെടുത്ത് മാറ്റി നമുക്ക് ക്ലീൻ ചെയ്യാനും ഈസിയാണ്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈ ഒരു ബുക്ക് കവർ ഉപയോഗിച്ച് നമുക്കിതുപോലെ ലൈനർ വിരിക്കാമെന്ന്. കാരണം സാധാരണ ലൈനറിന് കുറച്ചുകൂടി വിലയുണ്ട്. പക്ഷേ ഈ ഒരു റോളിനാകെ 35 രൂപ വിലയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചില ആവശ്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന നല്ല കുറച്ച് കണ്ടെയ്നേഴ്സ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. കറികളൊക്കെ നമ്മൾ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നീറ്റായിട്ട് നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റും. ഇതാണൊരു ബേസിക് മോഡൽ. ഗ്ലാസിൻ്റെ പാത്രത്തിന് പ്ലാസ്റ്റിക്കിൻ്റെ ലിഡായിട്ടാണ് ഇത് വരുന്നത്. 4 എണ്ണത്തിൻ്റെ പാക്കായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് വാങ്ങുന്നതാവും നല്ലത്. 4 സൈസായിരിക്കും അത് വരിക. ഇതാണ് ഗ്ലാസിൻ്റെ വരുന്നതിൽ ഇത്തിരി വില കുറഞ്ഞൊരു മോഡൽ വരുന്നത്. പിന്നെ വരുന്നത് ഇതുപോലത്തെ റെക്റ്റാങ്കിൾ ഷേപ്പുള്ള ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണ്. ഇതിൻ്റെ ഗ്ലാസ് നല്ല ഹെവി ആയിട്ടുള്ള ഗ്ലാസ് ബോക്സാണ്. പിന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡാണ് വരുന്നത്. നേരത്തെ കാണിച്ചതിനെക്കാട്ടും കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട്. ഇത്തിരി കൂടി വില കൂടുതൽ വരും. ഇത് 2 എണ്ണത്തിൻ്റെ പാക്കൊക്കെ ആയിട്ട് വാങ്ങാൻ കിട്ടുക. പല സൈസിൽ കിട്ടുന്നുണ്ട്. ചെറുതും വലുതൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സിലിക്കൻ്റെ ബീഡിങ് ഉണ്ടല്ലോ, ഇത് എയർ ടൈറ്റ് ആയിട്ട് വെക്കാൻ സഹായിക്കുന്നതാണ് ഈ ലിഡിനെ. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്ക് എടുത്തൊക്കെ ഒന്ന് വാഷ് ചെയ്യണം കേട്ടോ. കാരണം കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് കറുത്ത കുത്തുകൾ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇതുപോലത്തെ വലിയ പാത്രങ്ങൾക്ക് ലിഡുള്ള മോഡൽ, എയർ ടൈറ്റ് മോഡൽ തന്നെയാണ് ഇതും വരുന്നത്. സ്റ്റീലിൻ്റെ ഇങ്ങനത്തെ പാത്രം അത്യാവശ്യം വലിയ സൈസ് വരെ കിട്ടുന്നുണ്ട് കേട്ടോ. 4 എണ്ണത്തിൻ്റെ പാക്കൊക്കെ ആയിട്ട് ഇത് കിട്ടാറുണ്ട്. വലുത് തൊട്ട് ചെറുത് വരെ വരുന്ന രീതിയിൽ. ഈ കാണുന്ന ഗ്ലാസ് പാത്രങ്ങളുടെയും സ്റ്റീൽ പാത്രത്തിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പാത്രങ്ങൾ ഏകദേശം ഇതുപോലത്തെയൊക്കെ കിട്ടും. പിന്നെ വരുന്നത് ഗ്ലാസ് പാത്രത്തിന് തന്നെ പാർട്ടീഷൻ വരുന്ന മോഡൽ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ 2 ഭാഗമായിട്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ റൈസും കുറച്ച് കറിയും ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. മൈക്രോവേവിൽ വെക്കുമ്പോൾ ഒന്നിച്ച് ചൂടാക്കാനും വെക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ലിഡും എയർ ടൈറ്റ് തന്നെയാണ് വരുന്നത്. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിനേലും ഏറ്റവും നല്ലത് ഇത് സെലക്ട് ചെയ്യണതാണ്. കാരണം ഇത് ഒരുപാട് നാൾ ലോങ് ലാസ്റ്റ് ചെയ്യും. ഫ്രിഡ്ജിൽ ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഓർഗനൈസേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു നെറ്റിൻ്റെ ബാഗിലാണ് ഞാൻ ഇതുപോലെയുള്ള വലിയ വലിയ പച്ചക്കറികളൊക്കെ വെക്കാറുള്ളത് കേട്ടോ. ഇപ്പോൾ ചേനയായാലും കായായാലും അങ്ങനത്തെ ഐറ്റംസ് മുഴുവനോടെ ഉണ്ടെങ്കിൽ നെറ്റ് ബാഗിലാണ് വെക്കുക. ഇനി കട്ട് ചെയ്തിട്ടുള്ള പച്ചക്കറികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതായത് മത്തങ്ങയോ ചേനയോ ഒക്കെ അത് കവർ ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനത്തെ ക്ലിംഗ് റാപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കഴിയില്ല. വളരെ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റ് പോലത്തെ ഇങ്ങനത്തെ അതാണ് യൂസ് ചെയ്യാറ്. ഞാൻ സാധാരണ എപ്പോഴും പച്ചക്കറികളൊക്കെ മുഴുവനോടെയാണ് മേടിക്കുക.
അപ്പോൾ അങ്ങനെ മേടിക്കുമ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെയൊന്നും ചെയ്യണ്ട. പക്ഷേ പകുതിയായിട്ട് മേടിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് കേട് വരും. അപ്പോൾ അത് കേട് വരാതിരിക്കാൻ ഞാൻ ഇങ്ങനെയുള്ള ഈ ഒരു പ്ലാസ്റ്റിക് റാപ്പ്, ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒരു ആവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് അത് കഴുകി വീണ്ടും റീയൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇത് തന്നെ. അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്യാൻ ഇങ്ങനെയുള്ള ബോക്സാണ് ഞാൻ ഉപയോഗിക്കാറ്. ഞാൻ മുൻപും ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ പച്ചക്കറി ഇതിൽ വെക്കാൻ പറ്റില്ല, ചില ഷേപ്പിലുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. പക്ഷെ നല്ല അടിപൊളി സംഭവമാണ്, ഫ്രഷ് ആയിട്ടിരിക്കും വെജിറ്റബിൾസ് ദിവസങ്ങളോളം. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ട്രേ ഉണ്ട്. ഈ ഒരു ട്രേ നമ്മൾ വെച്ച് കഴിയുമ്പോൾ വെജിറ്റബിളിൻ്റെ ഉള്ളിൽ ആ ഒരു ബോക്സിൽ വരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ ഒരു ട്രേയുടെ താഴോട്ട് പോവും. അപ്പോൾ ആ വെള്ളം ഈ വെജിറ്റബിളായിട്ട് തൊടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് കേടും വരാത്ത അതുകൊണ്ടാണ്, ആ വെള്ളത്തിൻ്റെ അംശം വെജിറ്റബിളിൽ നിൽക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ആ ട്രേ ഒന്ന് മാറ്റിയാൽ വെള്ളം കുറച്ച് ദിവസം വന്നൊന്ന് കളഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. വളരെ കുറച്ച് വെള്ളമൊക്കെ വരുള്ളൂ. പക്ഷേ അതാണ് ആ ട്രേ വെച്ചിട്ട് തന്നെ വെജിറ്റബിൾ വെക്കാൻ ശ്രദ്ധിക്കുക. ഈ ബോക്സ് സ്ക്വയർ ഷേപ്പിലും റെക്റ്റാങ്കിൾ ഷേപ്പിലും വരുന്നുണ്ട്. എനിക്ക് കൂടുതലിഷ്ടം ആദ്യം കാണിച്ച റെക്റ്റാങ്കിൾ ഷേപ്പാണ്. സ്ക്വയറിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ കുറേ സ്പേസ് പോണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വെജിറ്റബിൾ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഞാൻ ക്ലീനിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അടുത്ത ദിവസമാണ് ഞാൻ പച്ചക്കറികളൊക്കെ മേടിക്കാൻ പോകാറ്. അപ്പോഴാണ് ഇതുപോലെയൊക്കെ ഒതുക്കി വെക്കാറ്. മല്ലിയിലൊക്കെ വെക്കുന്ന സമയത്ത് ഞാൻ അതിലൊരു ടിഷ്യൂ വെച്ചിട്ടാണ് മല്ലിയില വെക്കുക. കാരണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് വാടി പോണ പോലെ തോന്നി. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു ടിഷ്യൂ മുകളിൽ വെക്കും, അതിൻ്റെ ക്ലോസ് ചെയ്ത് വെക്കും. ഇങ്ങനത്തെ ഐറ്റംസ് ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ ഓർഗനൈസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ ഈ ഓർഗനൈസേഴ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു റൊട്ടേറ്റിംഗ് ട്രേ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റും ഫ്രിഡ്ജിൽ നിന്നും. സ്പേസ് കുറച്ച് പോകും കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മതി. പക്ഷേ ഇങ്ങനെ ഒരു ഓർഗനൈസറും വരുന്നുണ്ട്, ഫ്രിഡ്ജിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ അതിലുണ്ടായിരുന്ന പച്ചക്കറികളുടെ ബോക്സുകളെല്ലാം അതിലോട്ട് തിരിച്ച് വെക്കുകയാണ്. ഫ്രിഡ്ജിലെ ഐറ്റംസ് ഓർഗനൈസ് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാത്തിനും ഞാനൊരു സ്പേസ് മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും ടോപ്പിൽ ഞാൻ എപ്പോഴും എടുക്കുന്ന പച്ചക്കറികൾ ഐറ്റംസൊക്കെയാണ് വെക്കാറ്. അതായത് ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ക്യാരറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ എപ്പോഴും ആദ്യം എടുക്കുന്നതാണ്. അത് ഏറ്റവും മുകളിൽ എപ്പോഴും ഞാൻ വെക്കാറ്. ഏറ്റവും താഴ്ഭാഗത്ത് വലിയ പച്ചക്കറികൾ, അതായത് ഇപ്പോൾ മുഴുവനായിട്ട് മേടിച്ചിട്ട് വരുന്ന പച്ചക്കറികളെല്ലാം ഞാൻ അതിൻ്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്യാറുള്ളത്. ബാക്കി 2 തട്ടുകളിലാണ് ഞാൻ ഫുഡ് ബാക്കി വരുന്നത്, ചോറ് ബാക്കി വരുന്നത് അല്ലെങ്കിൽ കറികൾ ബാക്കി വരുന്നത് അതൊക്കെ സ്റ്റോർ ചെയ്യാറ്. വെജിറ്റബിൾസ് അധികം ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡുകളിലൊക്കെ ഈ ബോക്സുകളിലാക്കി ഞാൻ പച്ചക്കറികൾ വെക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗം കൂടി ഫുള്ളായിട്ടൊന്ന് തുടയ്ക്കണം കേട്ടോ. ഞാൻ സാധാരണ മിക്ക ദിവസവും ഇത് മഴുക്ക് കണ്ട് അങ്ങനെ തുടയ്ക്കാറുണ്ട് ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗം. പക്ഷേ മൊത്തത്തിൽ തുടയ്ക്കാൻ വിട്ടുപോയി, അപ്പോൾ അതും കൂടി തുടച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു വൈറ്റ് ബോർഡ് ഇതുമ്പോൾ ഇങ്ങനെ മാഗ്നറ്റ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഷോപ്പിംഗ് ലിസ്റ്റോ അല്ലെങ്കിൽ മീൽ പ്ലാനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഇതുപോലത്തെ വൈറ്റ് ബോർഡ് എത്ര അളവുള്ളത് വേണമെങ്കിലും നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് ബോർഡിൻ്റെ ഈ ഒരു പേപ്പർ മേടിക്കാനായിട്ട് കിട്ടും. അത് നെയിൽ സ്ലിപ്പൊക്കെ ഒട്ടിക്കുന്ന പോലെ, വാൾപേപ്പർ ഒട്ടിക്കുന്ന പോലെ നമ്മൾ ഒരു കനം കുറഞ്ഞ കാർഡ് ബോർഡിൻ്റെ ഷീറ്റിലോട്ട് ഞാനിത് ഒട്ടിച്ച് കൊടുത്തിരിക്കുകയാണ്, ആവശ്യമുള്ള അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട്. എന്നിട്ട് നമുക്ക് മാഗ്നറ്റ് വെച്ച് ഇത് എവിടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജിമയോ അല്ലെങ്കിൽ അൽമാരമയോ സ്റ്റീൽ അൽമാരമയോ ഒക്കെ വെക്കാനായിട്ട് പറ്റും കേട്ടോ. ആ റൂളിൽ ഇനിയും പേപ്പർ ഉണ്ട്, നമുക്ക് എത്ര ബോർഡ് വേണമെങ്കിലും എത്ര വലുപ്പമുള്ളത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഞാൻ അവിടെ ഫ്രിഡ്ജിൻ്റെ നമ്മൾ വെച്ചിരിക്കുന്ന അതിൽ എഴുതിയിരിക്കുന്ന എല്ലാ ഐറ്റംസും ഞാൻ എൻ്റെ ഫോണിലേക്ക് ഇതുപോലെ എഴുതിയെടുക്കും എല്ലാതും. അങ്ങനെ കടയിൽ പോയിട്ട് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഓരോന്ന് മേടിച്ച് കഴിയുമ്പോൾ അതെല്ലാം ഞാൻ അങ്ങനെ ടിക്ക് ഇട്ട് കൊടുക്കും. ഫോണാണെങ്കിൽ ഞാൻ എപ്പോഴും മറക്കാതെ കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ടാണ് ഫോണിൽ എപ്പോഴും ഷോപ്പിംഗ് ലിസ്റ്റ് ഞാൻ എഴുതി വെക്കുന്നത്. നേരില്ലെങ്കിൽ ഞാൻ ആ ഒരു ലിസ്റ്റ് ഫോട്ടോ എടുത്ത് ഫോണിലേക്ക് ഇട്ട് വെക്കും. എനിക്ക് കൂടുതലിഷ്ടം ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കി ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ എല്ലാ ഐറ്റംസും കറക്റ്റായിട്ട് നമുക്ക് മേടിക്കാൻ, അനാവശ്യമായിട്ടുള്ള ഒന്നും മേടിക്കാതെ ഇരിക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ എല്ലാ ഐറ്റംസും ഒതുക്കി വെക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫ്രിഡ്ജ് ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇന്നത് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസത്തിൽ കിച്ചൻ്റെ ഡീപ്പ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.